നമുക്ക് കണ്ണൂർ വിശേഷങ്ങൾ. ഉപ്പാപ്പന്റെ കൂടെ ഒരു ട്രിപ്പ്. യെസ്, ഇതേ അതീതേ 7-3 എന്താ പോരല്ല. ഈ ട്രിപ്പിനെ പറ്റി എന്താണ് അഭിപ്രായം? ഈ യാത്രയെ കുറിച്ച് ഉപ്പാന്റെ അഭിപ്രായം ഒന്ന് പറയൂ. അല്ലോ, എവിടെയാ പോകും നമ്മള്? കണ്ണൂർ. അടിച്ചു പൊളിക്കല്ലേ? അതാണ് തെരയുന്ന്. എന്തോ തെരയുന്നുണ്ടല്ലോ. ചായ ചായ വേണം. നല്ല അടിപൊളി ചായക്കട. വണ്ടിയിലുണ്ട്. ചായ കണ്ട ആവേശത്തിൽ എവിടെ പോയാലും പല ഫ്രണ്ട്സ് ഇല്ലാണ്ടിരിക്കുമല്ലോ. കണ്ട എന്താ பார்த்தாലും ഉപ്പനെ മാടി മാടി വിളിക്കുന്നു. ഒന്ന് മാടി വിളിക്കൂ ചേട്ടാ. വാറച്ചോ റോഡ് എന്നേ ഇതിങ്ങനെ ഇറക്കും. അതെനിക്ക് ചായണ്ട. വീട്ടിൽ വരെ മടിയായി കൊച്ചിന് വരാൻ മടി. ഒരു സിനിമയിൽ അഭിനയിക്കണം പോലെ. അത് എന്ത് പൊഞ്ചാ നോക്കുക, എന്ത് ഫ്രീക്കനെ വിനക്കണം. അതാണ് നമ്മളെ അതി, നമ്മുടെ മുത്ത്. പഴംപൊരി, സമൂസ, മുട്ടയപ്പം. ഇതാണ് നമ്മുടെ മുട്ടയപ്പം. പോക്കറ്റ് ഷവർമ്മ, നെയ്പ്പത്തല്. ഇതമ്മ മുട്ടയാ. ഇതേ അതീതേ പപ്പാന്റെ ഒപ്പം വന്ന ഇങ്ങനെയല്ലേ. നമുക്ക് ഇടയ്ക്കിടെ ചായ കിട്ടും. ചായയോട് ചായ. ജെമ്പി ബൂസ്റ്റ് കുടിച്ച പ്രശ്നണ്ടാ? പറയടാ, ഇങ്ങോട്ടോക്കി പറയടാ. ഒരു പ്രശ്നമില്ല. നിനക്കെന്താ വേണ്ടേ? സമൂസയാ. ഇതാണ് നമ്മുടെ മുത്തദീദ്. ചായക്കട താളായി. ഹായ് പണിക്കാരാ. താങ്ക് യു. അങ്കന്നെ സിയേടി സമൂ. എല്ലാം കണക്കല്ലേ. കഴിച്ചോ? എങ്ങണ്ട്? അതിൽ എടുത്തേ. മുട്ട സമൂസയാ. എങ്ങണ്ട്? അടിപൊളിയാ. ഇഷ്ടപ്പെട്ടാ? മുട്ടയപ്പം ഇനിയും വേണോ? മുട്ടയപ്പം. ഈ അപ്പത്തിലെവിടെ മുട്ടയുള്ള? മുട്ട കാണിച്ചെന്ന്. പിന്നെ എങ്ങനെ മുട്ടയപ്പം എന്ന് പേര് വന്ന്? ഉപ്പ ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പറ്റിച്ചു ഗൈസ്. ഇല്ല, ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല. സമരം ചെയ്യൂ. ഞങ്ങക്ക് ബീച്ച് നമുക്ക് ജയിലിൽ പോണെന്ന്. പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. നമുക്ക് ബീച്ച് പോണം. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോവാട് ഗായ്സ്. നമ്മുടെ പാർക്കിലൊക്കെ ഉണ്ടായില്ല, ഒരു മണ്ണാങ്കട്ടിയിലൊക്കെ ഉണ്ടായില്ല. വെരി ബാഡ്. ഏതെങ്കിലും ഒരു കല്ലുമ്മക്കായി വാങ്ങിത്തരുമോ? എന്തെങ്കിലും. നമ്മൾ കല്ലുമ്മക്കായി വാങ്ങാൻ വന്നു. അതാ പൊളിച്ചു കാണിച്ചിരുന്നു. വാങ്ങിയ എത്ര വാങ്ങിയ? 2 കിലോ കല്ലുമ്മക്കായി. അയവാ ഗൈസ്, നിങ്ങളെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ ഒരാള്. എല്ലായിടത്തും ഗ്ലാസും പൊതിച്ച് നമ്മള് AC ഇട്ട് ഇതാ ഈ ഒരു മുതല് മാത്രം ഈ ഗ്ലാസ് തത്തിട്ട് ഇപ്പൊ മൊത്തം നമുക്ക് ക്ഷീണായിട്ടുള്ളത്. നിങ്ങളെ കൂട്ടത്തിലുണ്ടാ ഇങ്ങനത്തെ ഒരു ഛർദിലോ, ക്ഷീണലോ, കഷ്ടലോ, ഭയങ്കര ബുദ്ധിമുട്ടിലോ, വെറുപ്പിസ്കലോ ഒരു മണ്ണാൻ കെട്ടില്ല. എന്നാ പിന്നെ നമ്മള് ഫുഡ് അടിക്കാനുള്ള പ്ലാനിലാണുള്ളത്. ഫുഡ് ഇനിയിപ്പം വല്ല തട്ടുകടയെന്ന് ആയിരിക്കും. ഒരു കാര്യം ഞാൻ പറയുന്ന കാര്യം പറ. ഇങ്ങനെ പോകുമ്പോ ഓരോ വീട് കാണുമ്പോ നമുക്ക് തോന്നും ആ വീട്ടിൽ നമുക്ക് അറിയുന്ന വെച്ചിട്ട്. ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോ ഓരോ വീട് കാണുമ്പോ ഓള് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീട്ടിലെല്ലാം ഇന്ന് നമുക്ക് അറിവെച്ച് വെള്ളിയാഴ്ചയും കൂടിയാ. ഇന്ന് അധികം മുസ്ലിം വീട്ടിലെല്ലാം ഒരുവിധം ചിക്കനും ബീഫെല്ലാം ആയിരിക്കും. ഇവിടെ ഒരുത്തരം ഒളിച്ചു നോക്കുന്നുണ്ട്. അറബികളെല്ലാം പോയിട്ട്
ഈ ഫേസ് ഞങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ മിനി സ്ക്രീനിൽ പോലും പുള്ളിക്കാരൻ കാണാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പറയാം ബീച്ചിൽ പോയിട്ട് അടുത്ത കക്കിരി കച്ചെല്ലാം എടുത്തിട്ട് വിചാരിച്ച ഞാൻ